കേരളം കണ്ടതാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പി ദിവ്യ എന്ന സഖാവിനെ മാധ്യമങ്ങളും അതുപോലെ പൊതുജനങ്ങളും ഒക്കെ തെരുവിൽ വലിച്ചു കീറുകയായിരുന്നു. എന്നാൽ അതേ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സെക്രട്ടറി അല്ലേ, സുഹൈൽ അൻസാരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു സംഭവത്തിലൂടെ ജയിലിലാണ്, ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ്. ഇത് പുറം ലോകം പലപ്പോഴും അറിയാതെ പോവുകയും ചെയ്യും. ഇതൊരു വളരെ വിചിത്രമായ കാര്യമല്ലേ? അവിടെയാണ് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണിത്. ഈ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലെ അതിൻ്റെ അകത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റുന്ന ആൾ CPM ഇടതുപക്ഷമോ ആണെങ്കിൽ അവർ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ കുറ്റവാളിയെ ചിത്രീകരിക്കും, അതിൻ്റെ പർവ്വതീകരിച്ചുകൊണ്ട്. എന്നാൽ UDFിൻ്റെ ഭാഗത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പെർവർട്ടിനെ ഇത്ര അയാൾ ഇപ്പോഴും പറയുന്ന ന്യായം എന്താ? ഞാൻ ഉഭയസമ്മതപ്രകാരം പോയി എന്നങ്ങ് സമ്മതിക്കുക. അതൊരു വലിയ മാന്യതയായിട്ടാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും. രാജ്യത്ത് ഒരു MLA ജോലി രാജ്യം മൊത്തം ഉഭയസമ്മതം തിരക്കി നടന്നിട്ട് ഇതിന് പോകുക എന്നുള്ളത് അയാളുടെ ജോലി എന്നാണ്. അതിനെ വലിയ മാന്യവൽക്കരിക്കുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പോലും. കോൺഗ്രസ് അതിൻ്റെ പുറകെ തന്നെയാണ്, അവർക്ക് യാതൊരു നാണവുമില്ല. അങ്ങനെ ഒരു പാർട്ടിയുടെ ആളുകൾക്ക് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ക്രിമിനൽ പണി ചെയ്താലും അവർക്ക് വലിയ അംഗീകാരമാണ്. അതാണ് ഈ സുഹൈൽ അൻസാരി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇയാൾ മുഖാന്തരമാണ് എൻ്റെ ആത്മഹത്യ എന്നൊരു പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് കടമ്പനാടിന് സമീപത്തൊരു സ്കൂളിൽ അധ്യാപകരായിരുന്നു രണ്ടുപേരും. പത്തനംതിട്ട ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തിയാണ്. അവിടെ ആ സ്കൂളിലെ ഒരു ജീവനക്കാരെ അവർ രണ്ടുപേരും. ആ പെൺകുട്ടിക്ക് യവനെ ഭയപ്പെട്ട സ്കൂളിൽ പോകാൻ കഴിയാതെ വന്നു. പല ദിവസങ്ങളിൽ പലരോട് പരാതി പറഞ്ഞു. അവസാനം യവൻ ഭയങ്കരമായി ഈ പെണ്ണിൻ്റെ പുറകെ നടന്ന് യൂത്ത് കോൺഗ്രസ് ആകുമ്പോൾ ഈ പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അങ്ങനെ സഹികെട്ട ആ കുട്ടി വീട്ടിൽ പറഞ്ഞു. യവൻ്റെ അവിടുത്തെ സ്കൂളിൻ്റെ അധികാരികളോട് പറഞ്ഞു. ഒരു പരിഹാരം ഉണ്ടായില്ല. യവൻ്റെ ഉപദ്രവം കൂടുതൽ ശല്യമായി കൊടുത്തു. ആത്മാഭിമാനമുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് വേറെ പിടിച്ചു നിൽക്കാൻ മാർഗ്ഗമില്ലാതെ രാത്രി വീട്ടിൽ വന്നിട്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ ആത്മഹത്യാക്കുറിപ്പിനകത്ത് കൃത്യമായി യവനാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് എഴുതി വെച്ചിട്ട് കടമ്പനാട് സ്വദേശിനിയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അതിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഏത് മാധ്യമം ഇത് വലിയ ചർച്ച ചെയ്തു. അതേസമയം താങ്കൾ ആദ്യം ചോദിച്ച പി ദിവ്യയുടെ കാര്യം, പി ദിവ്യ ഒരാളിനെ കൊലപ്പെടുത്തിയില്ല. പി ദിവ്യ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തരത്തിൽ ഒരു യോഗത്തിൽ, ഒരു ഔദ്യോഗിക യോഗത്തിൽ ഒരു ADM ഇരിക്കുന്ന, ADMന്റെ പേര് പോലും പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങളിൽ വെച്ച് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് അവരിടപെട്ടതാണ്. സ്വാഭാവികമായിട്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്നൊരു വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർ അലംഭാവം കാണിച്ചാൽ ഞാൻ ചോദിക്കും, ലോകത്തെ സാറേ നമ്മളെല്ലാവരും ചോദിക്കില്ലേ? അവരതല്ല ചെയ്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്താനുള്ള ദുരുദ്ദേശത്തോടെ എന്തെങ്കിലും സംസാരിക്കുകയോ കഴുത്തിന് കുത്തിപ്പിടിക്കുകയോ ഒരു കാര്യം ചെയ്തില്ല. ആ മനുഷ്യനത് താങ്ങാൻ കഴിയാതെ പോയി ആത്മഹത്യ ചെയ്തു. അത് വേറെ വിഷയം. ഞാൻ അതിനകത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുന്നില്ല. കാരണം അദ്ദേഹത്തിന് അക്കാര്യത്തിൽ അത്രമാത്രമേ ഈ ഒരു വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അവരൊരു വിമർശനം മാത്രം ഉന്നയിച്ചത്, വലിച്ചു കീറിയില്ലേ കേരളത്തിൽ പട്ടി പഴംതുണി കടിച്ചു കീറുന്നത് പോലെ ഈ നാട് മുഴുവൻ അവരെ കടിച്ചു കീറിയല്ലേ എല്ലാവരും. പട്ടിക്ക് പഴംതുണി കടിച്ചു കീറുന്നതിന് വല്ല മര്യാദയുണ്ടോ? വായി തോന്നുന്നത് എങ്ങനെയൊക്കെ കടിച്ചു കീറാമല്ല. ആ നുള്ളി കീറിക്കളഞ്ഞ് ഒരു പൊതുജീവിതത്തെ പി ദിവ്യയുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം എന്തൊരു സദാചാര ബോധമായിരുന്നു ആൾക്കാർക്ക്. ഇപ്പം എവിടെ പോയി അവരുടെ ഈ ബോധം? യൂത്ത് കോൺഗ്രസ് ആയതുകൊണ്ട് ആ മാധ്യമ വിചാരണയ്ക്ക് വേണ്ടാന്ന് വെച്ചോ? യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പ്രത്യേക പരിഗണനയുണ്ടോ? കോൺഗ്രസ്സായി യൂത്ത് കോൺഗ്രസ്സായി എല്ലാ മാധ്യമങ്ങളും ആ ചാപ്റ്റർ അങ്ങ് അടച്ചു വെച്ചു. ഇന്ന് പത്തനംതിട്ട കോടതി അയാളുടെ ജാമ്യം നിഷേധിച്ചു. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് കുറച്ച് മുമ്പ് കോടതി ജാമ്യം നിഷേധിച്ചു, അയാളെ പോലീസ് കസ്റ്റഡി വിട്ടു. ഏത് ചാനൽ ചർച്ച ചെയ്ത് ഇന്ന് രാവിലെ ഈ വിഷയം ഉണ്ടായതിൽ ഇപ്പം നമ്മുടെ ചാനൽ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. വേറെ ഏത് പ്രധാന ചാനൽ, മുഖ്യധാര ചാനലുകൾ ആരെടുക്കുന്ന ഈ വിഷയം? മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെ ഈ വാർത്ത കണ്ടു? ചില ഏതെങ്കിലും കോണിൽ ആരും കാണാത്ത തരത്തിൽ 2 സെൻറ്റിമീറ്റർ വാർത്ത അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് വരുന്നുണ്ടോ? അപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ എന്ത് മര്യാദകേടുമാവാം, എന്തുമാകാം, ആയാൽ ഒരു പ്രശ്നവും ചോദിക്കാനും പറയാൻ ആളില്ല, ആർക്കും ചർച്ച വേണ്ട. ഇത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, പ്രളയകാലത്ത് ഓമനക്കുട്ടർ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവൻ ആ ആലപ്പുഴയിലെ ഒരു പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അവിടത്തേക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കാൻ ഒരിടത്ത് പോയി തിരിച്ചു വരുമ്പോൾ ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക, ആൾക്കാർക്ക് വേണ്ടി സാധനം മേടിച്ചുകൊണ്ട് വരിക. അയാൾ ഉൾപ്പെടെ, അയാളുടെ കുടുംബം ഉൾപ്പെടെ അവിടെ ഉണ്ട്. സാധനം മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഇയാളുടെ കയ്യിൽ ആവശ്യത്തിന് ഓട്ടോറിക്ഷ കൂലി കൊടുക്കാനില്ല.
അയാൾ പോക്കറ്റ് തപ്പി അടുത്ത് നിന്ന് ഒരാളിനോട് ഇച്ചിരി പൈസ എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ കൂലി കൊടുക്കാൻ കടം ചോദിച്ചത് ഈ രാജ്യത്ത് എന്തൊരു വാർത്തയാക്കി. ആ ഓമനക്കുട്ടനെ വേട്ടയാടിയില്ലേ? ആ വേട്ടയാടിയ ഏതെങ്കിലും ആളുകൾ ഇപ്പോൾ ഈ സുഹൈൽ അൻസാരി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നുണ്ടോ? അതിനെപ്പറ്റി മിണ്ടുന്നുണ്ടോ? ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന ഒരു നന്മയും ഇപ്പം തന്നെ ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ പാവപ്പെട്ടവരെ കബളിപ്പിച്ച് പണം പിരിച്ചുകൊണ്ട് പോയവൻ്റെ കാര്യത്തെപ്പറ്റി എഴുതുന്നില്ല. അതേസമയം അവിടെ പണിയുന്ന വീടിൻ്റെ ഏതെങ്കിലും ഒരു ഓവുചാലിൽ 1 സെൻറ്റിമീറ്റർ വളഞ്ഞെങ്കിൽ അത് വാർത്തയാണ്. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ട. ഇപ്പം തന്നെ കനകോലു എന്ന് പറഞ്ഞൊരുത്തൻ കാശ് കൊടുത്ത് കേരളത്തിലെ മാധ്യമങ്ങളെ വിലക്കെടുക്കുകയാണ്. സർവേ നടത്തി. ഇപ്പൊ ശബരിമല അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഒരു ദിവസമെങ്കിലും ഓടിയില്ലേ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 1 ലക്ഷത്തി പരം രൂപയുടെ കട്ടിലെന്ന്? എന്തു മര്യാദയായിരുന്നു സത്യത്തിൽ. ആർക്കാ? മുഖ്യമന്ത്രിക്കാണോ? അവിടെ വരുന്ന ഗസ്റ്റ് ഹൗസിൽ വരുന്ന കട്ടിലും അവിടുത്തെ ഫർണിച്ചറും എല്ലാം കൂടാണ്ട് 1 ലക്ഷം സ്വാഭാവികമല്ലേ? നമുക്കറിയാമല്ലോ സാധനങ്ങളുടെ വില. അത് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വരുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള VIP-കൾക്ക് മുഖ്യമന്ത്രി അവിടെ ഒരു ദിവസം പോയി രാത്രി കിടന്നുപോലുമില്ല. അദ്ദേഹം ഉച്ചയ്ക്ക് അവിടെ ചെന്നു, വൈകുന്നേരം തിരിച്ചു പോരുകയും ചെയ്തു. ഇതേലത്തെ മാധ്യമങ്ങൾ, കേരളത്തിൽ മാധ്യമങ്ങൾ ചില അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതേസമയം ഈ പെൺകുട്ടിയുടെ ദാരുണമായ ആ പെൺകുട്ടിയുടെ സത്യത്തിൽ ആത്മഹത്യയല്ല, അത് കൊലപാതകം. എവൻ്റെ ഭീഷണി മൂലം, എവൻ്റെ ഉപദ്രവം മൂലം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്താന്ന് എഴുതി വെച്ചിരിക്കുക. നവീൻ ബാബു PP ദിവ്യയുടെ പേര് എഴുതി വെച്ചൊന്നുമല്ല ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് ദിവ്യയെ വേട്ടയാടിയ അതിൻ്റെ ഒരു 1000-ലൊരംശം ഇതിനകത്തുണ്ടോ? ഈ സുഹൈൽ അൻസാരി എന്ന് പറഞ്ഞ ആരാ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ക്രിമിനൽ പെർവർട്ടിന്റെ ഏറ്റവും അടുത്ത അനുയായി. അയാളാണ് ഇയാളെ ഒരു ജില്ലക്കാരും ഒരു തൊട്ടടുത്ത് അയാൾ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇയാളെ പിടിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയത്. സംസ്ഥാന സെക്രട്ടറി അല്ല, ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ്. യൂത്ത് കോൺഗ്രസിൽ ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഏത് പീഡനം നടത്തുന്നതിനും സംരക്ഷണമുള്ള സ്ഥലമാണ്. പീഡനക്കാരാണ് പ്രത്യേക മാനദണ്ഡമുണ്ട് അവർക്ക് ഇത്തരം പദവികളിലൊക്കെ ഇരിക്കാൻ. അത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യത്തില്ല. മാധ്യമങ്ങൾക്ക് അതൊരു അജണ്ടയല്ല, ഒരു വിഷയമല്ല. അതേസമയം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ ഒരു കാക്ക പറന്നുപോയി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായി പോയാലും അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദോഷം കൊണ്ടെന്നൊരു വാർത്തയിടുന്ന നാടായി കേരളം മാറി. ഈ സർക്കാരിനെതിരെ സർക്കാർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു. ഒരു നല്ല കാര്യം ഇപ്പം തന്നെ ഏറ്റവും അവസാനം നമ്മുടെ കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതെത്തി എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് ഇപ്പോൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു പത്രത്തിൽ നമ്മൾ വാർത്ത കണ്ടോ? കേരളത്തിൽ ഒരു പത്രത്തിൽ വാർത്ത കണ്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാ അവയവങ്ങളും മാറ്റിവെക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേശീയ തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സംസ്ഥാനത്ത് തുടങ്ങി. കേരളത്തിൽ എത്ര മാധ്യമങ്ങളിൽ സാറും ഞാനും കണ്ട വാർത്ത? കാണത്തില്ല. മറച്ചു വെക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ഈ സർക്കാർ ചെയ്യുന്നത് ഈ പിന്നെ മരുമകൾ ചത്താലും മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതി എന്ന മനോഭാവത്തിൽ നിൽക്കുന്ന കുറേ ആളുകൾ. കേരളം വികസിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കുഴപ്പമുണ്ടാവരുതെന്നും അഴിമതി ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റോറിയൽ എഴുതും. പക്ഷേ കേരളത്തിലെ അഴിമതി ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ ഏതെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ ആ ദുരന്തം ഏതെങ്കിലും ഇന്ന് കേരളത്തിൽ ആവർത്തിക്കുന്നുണ്ടോ? അതിന് പറയുന്നെന്താ? അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതെ ഈ ഇടതുപക്ഷമാണോ എല്ലാ ദോഷം, വലതുപക്ഷമാണോ ഏത് ക്രിമിനൽ പ്രവൃത്തി മഹത്തരം? അതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നത്. അവിടെയാണ് PP ദിവ്യ വലിച്ചു കീറപ്പെട്ടതും ഈ സുഹൈൽ അൻസാരി വിശുദ്ധനാಗಿ മാറുന്നതും അവിടെയാണ്. അതാണ് കേരളത്തിലെ മാധ്യമ രാഷ്ട്രീയ സംസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.